ഹലോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ മാഗ്നമെൻ്റർ മലയാളത്തിൽ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാനലിൽ 1500-ഓളം അടുത്തുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മെയിൻലി മാത്സ് ആണ്, അതുപോലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാത്സ് സ്പെഷ്യൽ ബാച്ചിലെ ക്ലാസ്സുകളുടെ അടുത്ത് വേറൊരു ക്ലാസ്സും വരത്തില്ല. അത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ എല്ലാത്തിലും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർക്ക് നമ്മുടെ ആ ഒരു ക്ലാസ്സുകളിലോട്ട് എത്തിപ്പെടുന്നതിനുള്ള ഒരു പ്രശ്നമുണ്ട്. അത് ചിലപ്പോൾ ക്ലാസ്സുകൾ കൂടുതലുണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ ക്ലാസ്സുകളും ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ മലയാളത്തിൽ തന്നെ എത്തിക്കാൻ വേണ്ടി നമ്മളൊരു സീരീസ് തുടങ്ങുകയാണ്, ഡെയിലി പെൻ ഫ്രീ സീരീസ്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടായിരിക്കത്തില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്സ് സ്പെഷ്യൽ ബാച്ചിലായിരിക്കും. നമുക്ക് ഓരോ ഡേയിലും കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സെറ്റാക്കാം. അപ്പോൾ അതിലെ ഡേ 1 ആണിന്ന്. ഡേ 1 ഡിജിറ്റൽ സം എന്ന് പറയുന്ന മെത്തേഡിൻ്റെ കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിറ്റി സം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മാത്സ് സ്പെഷ്യൽ ബാച്ചിലുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുതുതായിട്ട് വന്നവർക്ക് ഡിറ്റി സമ്മിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഒരു പെട്ടെന്നുള്ളൊരു ക്ലാസ് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഡിറ്റി സം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്പറിൻ്റെ ഡിജിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടി ഒരു സിംഗിൾ ഡിജിറ്റിലോട്ട് എത്തിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 123ൻ്റെ ഡിറ്റി സം ചോദിച്ചു കഴിഞ്ഞാൽ 1 + 2 + 3, 1 2 3 3 6. അടുത്തത് 458 ഡിറ്റി സം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 + 5 + 8. അപ്പോൾ 4 5 9 8 17. 17 വീണ്ടും എന്ത് ചെയ്യണം, സിംഗിൾ ഡിജിറ്റിലോട്ട് എത്തിക്കണം. 1 7 എത്രയാണ്, 8. അപ്പോൾ 458 ഡിറ്റി സം എത്രയാണ്, 8 ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇതിനെ നമ്മൾ ഡിറ്റി സം കണ്ടുപിടിക്കുന്ന സമയത്ത് ആ നമ്പറിനകത്ത് 9 ഉണ്ടെങ്കിൽ ആ 9 മാറ്റി നിർത്തിയാൽ കിട്ടുന്ന സാധനം നമ്മുടെ എന്തായിരിക്കും, ഡിറ്റി സം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 458-നകത്ത് 5 4 9 ആണ്. അപ്പോൾ ബാക്കിയുള്ള സാധനം എന്താണ്, 8 ആണ് ഡിറ്റി സം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, 1 8 2 7 4 3. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ ഡിറ്റി സം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1 8 9 11 18 22 25. 25ൻ്റെ ഡിറ്റി സം 2 5 കൂടെ കൂട്ടി 7 എന്ന് എഴുതുന്നതിന് പകരം 1 8 9 നോക്കണ്ട, 2 7 9 നോക്കണ്ട, ബാക്കിയുള്ള 4 3 7 അത് മാത്രം നോക്കിയാലും എന്ത് കിട്ടും, നമുക്ക് ഡിറ്റി സം കിട്ടും. ഡിറ്റി സം എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ്. ഓക്കെ, അപ്പോൾ 50.25. ഇപ്പോൾ ഇതിൻ്റെ ഡിറ്റി സം എന്ന് പറഞ്ഞാൽ 50.25 എന്ന് പറഞ്ഞാൽ 50 25 / 100 ആണ്. അടിയിൽ ഡിനോമിനേറ്ററിൽ എത്രയാണ്, നമുക്ക് ഡിറ്റി സം 1 ആണ്. ഇപ്പോൾ എല്ലാ നമ്പറിൻ്റെ അടിയിൽ നമുക്ക് 1 ഉണ്ടായതുകൊണ്ട് എല്ലാ നമ്പറിൻ്റെയും അടിയിലെ നോർമൽ നമ്പറിൻ്റെ അടിയിലെ ഡിറ്റി സം എത്ര ആയിരിക്കണം, 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ പോയിന്റിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഡിറ്റി സം നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റി സം എന്ന് പറഞ്ഞാൽ 5 2 7 5 12. 12 ഡിറ്റി സം എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇപ്പോൾ ഡെസിമൽസും പെർസെൻറ്റേജും എന്ന് പറഞ്ഞാൽ ബൈ 100 ആണ്. അത് കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. 9നെ നമുക്ക്, ഞാൻ പറഞ്ഞത് ഡിറ്റി സമ്മിൽ 9 എന്താണ്, 0 ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് 9നെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പെയർ ഓഫ് 9നെ നമുക്ക് വെട്ടിക്കളയാം. അപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ 9 നോക്കണ്ട, 5 4 9 നോക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഡിറ്റി സമ്മിനെ നമുക്ക് എന്ത് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഡിറ്റി സം 9 എന്ന് കൊടുക്കാം. 9 എന്ന് കൊടുക്കുന്നതും 0 എന്ന് കൊടുക്കുന്നതും സെയിം തന്നെയാണ്. ഒരു നമ്പറിൻ്റെ ഡിറ്റി സം 9 അല്ലെങ്കിൽ 0 വരികയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ നമ്പർ 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളതാണ്. ഇനി ഡിറ്റി സം വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിറ്റി സം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിലുള്ള LHSലുള്ള അതേ ഡിറ്റി സം ആയിരിക്കണം എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലുള്ള ഡിറ്റി സം. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷനെ, ഞാനിപ്പോൾ ഒരു ഇക്വേഷൻ പറയുകയാണ്, 14 × 8 = 112. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര ശിഷ്ടം കിട്ടുമോ അത് തന്നെ ആയിരിക്കണം റൈറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം, അല്ലേ? 112, ഇത് 112 തന്നെയാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന ശിഷ്ടം തന്നെ ആയിരിക്കണം റൈറ്റ് സൈഡിലും കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ശിഷ്ടം എന്ന് പറഞ്ഞാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഡിറ്റി സം എടുത്താൽ മതി. ഇതിൻ്റെ 5 ആണ്, 5 × 8 40 ആണ്, ഡിറ്റി സം 4 ആണ്. ഇതിൻ്റെ ഡിറ്റി സം എന്ത് വരും, 2 2 4 തന്നെയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഡിറ്റി സം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഈ ഒരു ട്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇക്വേഷനെയും ലോങ് മൾട്ടിപ്ലിക്കേഷനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പൗണ്ട് ടെസ്റ്റൊക്കെ ഒരുപാട് ഫോമുലയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റാക്കുന്നത്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലുണ്ട്. ആ നെക്സ്റ്റ് ലെവൽ നിങ്ങൾക്ക് ഡിറ്റി സമ്മിൻ്റെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാം, ഡിനോമിനേറ്ററിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീമെറിറ്റും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പടപടാന്ന് ചെയ്യാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡിറ്റി സം മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു 5 4 9, 9 നോക്കണ്ട, ഇവിടെ 3 ഉണ്ട്, 3 × 4 1 5 1 5 2 7, 7 3 21, 21ൻ്റെ ഡിറ്റി സം എത്രയാണ്, 3 ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റണം. അപ്പോൾ 3 ആയിരിക്കും, 3 നമ്മുടെ ആൻസറിനകത്തും LHSൽ 3 ആണ് ഡിറ്റി സം എങ്കിൽ RHSലും എന്തായിരിക്കണം, 3 ആയിരിക്കണം ഡിജിറ്റൽ സം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 5 7 8 12, 12 1 2 3 ആണ്, ഹോൾഡ് ചെയ്യാം. 2 വന്നാൽ നമ്മൾ വേറെ മെത്തേഡിലോട്ട് പോകണം. ഓക്കെ, 5 7 8 13 4 ആണ്. 5 7 8 14, 1 4 5 ആണ്. 5 7 8 11 2 ആണ്. നമുക്ക് വേണ്ട എത്രയായിരുന്നു, 3 ആയിരുന്നു. 3 വരുന്ന ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. ഇത് ബൈ പ്രാക്ടീസ് നിങ്ങൾ സെറ്റ് ആയിക്കോളും. ഇത് ലെവൽ 1 ഉള്ള
എന്താണ് പ്രാക്ടീസാണ്. ഫൈൻ ദ വാല്യൂ ഓഫ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 112 ഇൻറ്റു 34. അപ്പോൾ ഇതിൻ്റെ ഡിരിസം നോക്കുമ്പോൾ 3 1 4 4 3 7 7 4 28 28ൻ്റെ ഡിരിസം എന്ന് പറഞ്ഞാൽ 2 8 10 10ൻ്റെ 1. അപ്പോൾ ഇവിടെ 8 1 9 നോക്കണ്ട 8 1 9 നോക്കണ്ട 8 3 11 2 ഇതല്ല. 10ഉം 8ഉം 18 18ന് 1 8 9 ആണ്, 0 ആണ്, 0 അല്ലെ 9 ഇതല്ല. 3 8 11 8 19 19ന് 1 9 ഡിരിസം എത്രയാണ്? 1 ആണ് അല്ലെ? 1 9 19നകത്ത് 19 19നകത്ത് 1 9 10 ആണ്, അല്ലെങ്കിൽ 1 കൊടുക്കാം, അല്ലെങ്കിൽ 9നെ കളയാം. ഡിരിസം എത്രയാണ്? 1 ആണ്. ഹോൾഡ് ചെയ്യാം. ഇവിടെ 9 നോക്കണ്ട 8 3 11 11ന് 2 ആണ് ഇതല്ല. ഓപ്ഷൻ ബി മാത്രമേ എന്തുള്ളൂ? ഡിരിസം 1 ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഡിരിസം ഒന്നും അറിയാത്തവർക്ക് ഇങ്ങനെ സെറ്റായി വരാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഒരു കൂട്ടാനുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ 6 3 9 നോക്കണ്ട 8 4 12 12ന് 3 ആണ്. പ്ലസ് 8 1 9 നോക്കണ്ട 5 2 7 ആണ്. മൈനസ് 9 നോക്കണ്ട 6 5 11 11ന് 2 ആണ്. അപ്പോൾ 10 മൈനസ് 2 നമുക്ക് എത്ര വരും? 8 എന്ന് വരും. ഇപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ഡിരിസം 8 ആയിരിക്കണം. ഇവിടെ 5 8 13 3 16 16ന് 1 6 7 ആണ് ഇതല്ല. 9 5 3 8 ആണ്. ഹോൾഡ് ചെയ്യാം. 9 നോക്കണ്ട 5 4 9 നോക്കണ്ട ഇത് 0 ആണ്. 9 9 പോയി. 7 3 15 15 15ന് 6 ആണ് ഇതല്ല. ഓപ്ഷൻ സി. അപ്പോൾ ഏതല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഏതാണെന്നുള്ള 2 ഓപ്ഷൻ സെയിം വന്നാൽ നമ്മൾ വേറെ മെത്തേഡ്സിലോട്ട് പോകേണ്ടി വരും. എല്ലാ ക്വസ്റ്റിനകത്ത് ഡിരിസം ഇടാനും പറ്റത്തില്ല. അടുത്ത ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് പെർസെൻറ്റേജ് വെച്ച് ചെയ്യാം. ഡിരിസം വെച്ച് ചെയ്യുമ്പോൾ ഇത് 7 ആണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബൈ 100 ആണ്. അടിയിൽ 1 വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ 7 7 ഗുണം 7 ഇത് 8 4 12 12ന് 3 ആണ്. അപ്പോൾ 7 3 21 21ന് 3 ആണ്. പ്ലസ് 35ന് 8 ആണ്. 8 ഗുണം 6 2 8 ആണ്. 8 8 64 64 എന്ന് പറഞ്ഞാൽ 6 4 10 10ന് 1 ആണ്. അപ്പോൾ 3 1 4 ഡിരിസം 4 വരും. ഇവിടെ 7 2 9 നോക്കണ്ട, ബാക്കി 4 ആണ്. ഹോൾഡ് ചെയ്യാം. 4 5 7 12 12ന് 3 ആണ് ഇതല്ല. 8 7 15 6 ആണ് ഇതല്ല. 7 7 14 5 ആണ് ഇതല്ല. ഡിരിസം 4 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അടുത്ത നോക്കാം. ലെവൽ 2 ഫൈൻഡ് ദ എമൗണ്ട് വെൻ ഇത്രയും ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 12% പെർ ആനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങളെ ഞാൻ ഇക്വേഷൻ പഠിപ്പിക്കാനല്ല വന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 15000 ഇൻറ്റു ആദ്യം എന്ത് ചെയ്യും? 12% കൂടി 112% ആവും ഇൻറ്റു 112%, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എഴുതിയാലും മതി. അപ്പോൾ ഡിരിസം എന്ത് വരും? 5 1 6 6 ഇൻറ്റു ഇതിൻ്റെ ഡിരിസം 3 1 4 4 ഇൻറ്റു ഇതിൻ്റെ ഡിരിസം എന്ന് പറഞ്ഞാൽ 3 1 4 4 ഗുണം 4 16 ആണ്. 16ൻ്റെ ഡിരിസം എത്ര വരും? 1 6 7 വരും. 7 6 42 ആണ്. 42ൻ്റെ ഡിരിസം എന്ന് പറഞ്ഞാൽ 4 2 6 ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ഡിരിസം 6 വരണം. 9 നോക്കണ്ട 7 6 13 ഒന്നും, അല്ലെങ്കിൽ 8 6 14 5 ആണ് ഇതല്ല. 9 നോക്കണ്ട 9 നോക്കണ്ട 1 6 7 ആണ് ഇതല്ല. 9 നോക്കണ്ട ബാക്കി 6 ആണ് കിടക്കുന്നത്. ഇത് ഹോൾഡ് ചെയ്യാം. 9 നോക്കണ്ട 6 1 7 6 13 4 ആണ് ഇതല്ല. 6 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. 1 8 8 1 6. അടുത്ത ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് 108. 108ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 108 ഇൻറ്റു 108 ആണ്. ഇതിൻ്റെ ഡിരിസം 9 ഇതിൻ്റെ ഡിരിസം 9 9 ഗുണം 9 81 ആണ്. ഡിരിസം 9 തന്നെ വരും. ഇപ്പോൾ ഇവിടെ 9 ഉണ്ട്, ഇവിടെ 9 ഉണ്ടെങ്കിൽ ആൻസറിനകത്തും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് 9 ഉണ്ടെങ്കിൽ ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിരിസം 0 ആയിരിക്കും, അല്ലെങ്കിൽ 9 ആയിരിക്കും. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന ഓപ്ഷൻ നോക്കാം. 1 2 7 13 17 8 ആണ് ഇതല്ല. 1 2 8 14 18 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഹോൾഡ് ചെയ്യാം. 1 2 9 9 നോക്കണ്ട 6 4 10 1 ആണ്. 2 6 12 16 7 ആണ്. ഓപ്ഷൻ സി മാത്രമേ എന്തുള്ളൂ? 9ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. ഫൈൻഡ് ദ ക്യൂബ് ഓഫ് 23. 23ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 23ൻ്റെ ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടത്. 23 ഇൻറ്റു 23 ഇൻറ്റു 23 ആണ്. 23ൻ്റെ ഡിരിസം 5 ആണ്. അപ്പോൾ 5 ഗുണം 5 ഗുണം 5 വരും. 25 5 125 ആണ്. ഇതിൻ്റെ ഡിരിസമാണ് വേണ്ടത്. 3 5 8 ഡിരിസം 8 വരണം. 13 15 17 18 9 ആണ് വരുന്നത്. 3 6 12 19 19ന് 1 ആണ് വരുന്നത്. 3 6 3 9 നോക്കണ്ട, പിന്നെ 7 ഉള്ളൂ. അത് 7 ആണ് ഡിരിസം. അപ്പോൾ ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. ഇതായിരിക്കും ആൻസർ. 3 1 4 6 10 7 17 17 8 ആണ്. ഓപ്ഷൻ ഡി കൊടുക്കാം. അടുത്ത സിംപ്ലിഫിക്കേഷൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ 3 1 4 1 5 5 ഗുണം 4 1 5 1 6 6 5 30 30ന് 3 ആണ്. മൈനസ് ഇവിടെ അല്ലെങ്കിൽ 30 തന്നെ കൊടുക്കാം. 1 1 2 2 4. ഇവിടെ 9 നോക്കണ്ട, ഇത് 1 1 2 ആണ്. അപ്പോൾ 3 മൈനസ് 2 1 ആണ്. ഡിരിസം 1 ആണ് വരുന്നത്. അപ്പോൾ 2 9 7 9 ആണ്. 5 5 10 ഡിരിസം 1 ആണ് വരുന്നത്. ഹോൾഡ് ചെയ്യാം. 2 ഇത് 9 നോക്കണ്ട 4 5 9 ഇതല്ല. 9 നോക്കണ്ട 6 5 11 2 ആണ് ഇതല്ല. 9 നോക്കണ്ട 5 3 8 ആണ്. ഓപ്ഷൻ എ മാത്രമേ എന്തുള്ളൂ? ഡിരിസം 1 ഉള്ളൂ. ഇനിയിപ്പോൾ നെഗറ്റീവ് ഡിരിസമ്മ വരുന്നെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് -2 എന്ന് പറഞ്ഞ ഡിരിസമ്മ വരുന്നെങ്കിൽ, ഡിരിസം നെഗറ്റീവ് വന്നാൽ അതിൻ്റെ കൂടെ +9 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് ഡിരിസമ്മ കിട്ടും. ആ പോസിറ്റീവ് ഡിരിസം വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്.
നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ അതിൻ്റെ കൂടെ +9 ആഡ് ചെയ്യണം. ഫൈൻ ദ വാല്യൂ ഓഫ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 12% എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4, 5, 9 അപ്പോൾ ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 9 അല്ലെങ്കിൽ 0 എന്ന് കൊടുക്കാം. ഞാൻ 0 എന്ന് കൊടുക്കുന്നു കാൽക്കുലേഷൻ എളുപ്പത്തിന്. 15% എന്ന് പറഞ്ഞാൽ 6 × 3 6 3 18 18 ആരുണ്ട്? ഇവിടെ 9 ഉണ്ട്, ഞാൻ 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഓവറോൾ ഡിറ്റ് സം 0 വരും. അതായത് ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ൻ്റെ മൾട്ടിപ്പിൾ ഇത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി. അടുത്ത വാട്ട് ഈസ് എ കോമ്പൗണ്ട് ഡെസ്റ്റ് ഓൺ റുപ്പീസ് ഇത്രയും 8% പ്രാനം കോമ്പൗണ്ട് ആനുവലി ഫോർ 3 years. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, നമുക്ക് കോമ്പൗണ്ട് ഡെസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ അത് ഇൻറ്റു 8% പെർ ആനം കോമ്പൗണ്ടഡ് 3 years. അപ്പോൾ 8% 3 yearsൽ നമുക്ക് സക്സസീവ് കണ്ടുപിടിക്കും. അപ്പോൾ ഇത് കൺസെപ്റ്റ് അല്ല പഠിപ്പിക്കുന്നത്, ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 8% വെച്ച് 3 വട്ടം സക്സസീവ്. അപ്പോൾ അതിന് ഒരു ഫോമുല ഉണ്ട്, 3a² a³. അപ്പോൾ 3 × 8 24, 3a², 24 × 8 192 192 ശിഷ്ടം 1 ഇപ്പോൾ ഇപ്പുറത്തോട്ട് കൊടുക്കും. 25.92 a³, 8ൻ്റെ ക്യൂബ് 512 12 കൊടുക്കും. ആ 5 ഇങ്ങോട്ട് കൊടുക്കും. ഓരോ 2 ഡിറ്റ് വെച്ച് 97. ഇത് പഠിപ്പിക്കാനല്ല ഇവിടെ വന്നത്, ഡിറ്റ് സം കാണിക്കാനാണ്. 25.9712% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ഡിറ്റ് സം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 1 ഇൻറ്റു ഇവിടെ 9 നോക്കണ്ട, 7 2 9 നോക്കണ്ട, 1 5 6 2 8 1 × 8 ഡിറ്റ് സം 8 വരും. 8 വരുന്ന ഓപ്ഷൻ 7. ഇവിടെ 9 നോക്കണ്ട, 8 1 9 നോക്കണ്ട, ബാക്കി 7 വരുന്നത്. ഇതല്ല 7 13 20 21 23 5 ഇതല്ല. 7 9 നോക്കണ്ട, 7 2 9 നോക്കണ്ട, 5 1 6 ഇതല്ല. ഇത് മാത്രമേ ബാക്കിയുള്ളൂ. 9 7 9 നോക്കണ്ട, 7 2 9 നോക്കണ്ട, 5 1 6 2 8 ഓപ്ഷൻ ഡി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കുറേ ഡീമെറിറ്റ്സും നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2 ഓപ്ഷൻ സെയിം വന്നാൽ പറ്റത്തില്ല, ഓപ്ഷൻ അപ്രോക്സിമേറ്റ് ആയാൽ പറ്റത്തില്ല. ഡിനോമിനേറ്ററിൽ വേറെ പോയിൻ്റ് അല്ലാതെ ഒന്നല്ലാതെ വേറെ എന്തെങ്കിലും വന്നാൽ നമ്മൾ കുറച്ച് പരിപാടി ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഡീമെറിറ്റ്സും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലെവൽ 3 നോക്കാം. കാൽക്കുലേറ്റ് 3.14 × 2.15 × 1.4. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പോയിൻ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. 2 പോയിൻ്റ് ആണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ അപ്രോക്സിമേറ്റ് അല്ല എന്ന് തന്നെ വിശ്വസിക്കാം. ഇപ്പോൾ 3.14 ഇവിടെ 5 3 8 5 2 7 1 4 5 7 5 30 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 8 5 40 4 4 × 7 28 28 ഡിസം എത്രയാണ്? 1. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 9 9 1 ഇത് ഹോൾഡ് ചെയ്യാം. 1 1 8 1 9 നോക്കണ്ട, ഇതും എന്താണ്? 1. അടുത്ത ഡിസം 1 അല്ലേ വരേണ്ടത്? 1 വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇത് 0 ഇതല്ല. ഇത് നോക്കുമ്പോൾ 9 ഇത് 8. അപ്പോൾ ഇതിൻ്റെ 2 ഡിസം നോക്ക്. ഇവിടെ 9 9 പോയി. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി എന്ത് വരും? നമുക്ക് ആൻസറായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ലെവൽ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 10.9 ഓപ്ഷൻ എ കൊടുക്കാം. സിയിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തോളാം, അല്ലെങ്കിൽ വേറെ വഴിയില്ല. ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വരുന്നത്. ഇങ്ങനെ വന്നാൽ വേറെ വഴിയില്ല. 9 നോക്കേണ്ട 1, ഇത് 9 നോക്കേണ്ട 1. ഓക്കെ, വേറെ ഇങ്ങനെ ഓപ്ഷൻ വന്നാൽ നമ്മൾ വേറെ വഴി ചെയ്യേണ്ടി വരും. ആൻസറിനകത്ത് 7 കാണും, 7ൻ്റെ മൾട്ടിപ്പിൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു, ഇങ്ങനെ 2 എണ്ണം എ ഓർ സി വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? 14-നകത്ത് 7 ഉണ്ട്, 7ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വട്ടം പോവും, 39-നകത്ത് 7 5 വട്ടം, ബാക്കി 49 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ഒരു വട്ടം പോവും, 49 7ൻ്റെ ആണ്, ബാക്കി 8 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യേണ്ടി വരും. ഫൈൻ ദ സ്ക്വയർ ഓഫ് ഇത്, അല്ലെങ്കിൽ 214 സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ 2 1 3 4 7 7ൻ്റെ സ്ക്വയർ 49 വരുന്നത്. 7ൻ്റെ സ്ക്വയർ ഡിസംബറിൻ്റെ സ്ക്വയർ എടുക്കുക, 49 ഡിസം 4. അപ്പോൾ ആൻസറിൻ്റെ ഡിസം 4 വരും. അപ്പോൾ ഇവിടെ 9 നോക്കണ്ട 12 3 ഇതല്ല. 9 നോക്കണ്ട 14 5 ഇതല്ല. 9 നോക്കണ്ട 7 13 4 ഹോൾഡ് ചെയ്യാം. 9 നോക്കണ്ട ഇത് 6 ഇതല്ല. 4 വരുന്ന ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് 43% ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസം അപ്ലൈ ചെയ്ത് നോക്കാം. 7 7 5 6 11 11 2 7 2 14 14 5. ഇവിടെ 2 8 10 1 5 3 8 8 8 5 13 13 4. ഇവിടെ 8 15 18 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് നോക്കണ്ട, 3 ഇതല്ല. 6 8 14 14 5 9 നോക്കണ്ട, 5 ഇതല്ല. 6 തൊട്ട് 14 തൊട്ട് 22 4 ഹോൾഡ് ചെയ്യാം. 7 തൊട്ട് 15 6 ഇതല്ല. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്തത് സിംപ്ലിഫൈ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ 7 തൊട്ട് 15 6 7 6 13 4 6 4 24 6 പ്ലസ് 7 1 8 ഇത് 5 4 9 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇത് 0 കൊടുക്കാം. ഇത് 6 ഡിസം വരുന്നത്. 9 നോക്കണ്ട, 16 21 23 24 24 ഹോൾഡ് ചെയ്യാം. 9 നോക്കണ്ട, 6 2 8 1 9 നോക്കണ്ട, 8 8 16 7 ഇതല്ല. 9 നോക്കണ്ട, 8 1 9 നോക്കണ്ട, 4 2 6 8 14 5 ഇതല്ല. 9 നോക്കണ്ട 9 നോക്കണ്ട, 8 1 9 നോക്കണ്ട, 2 3 5 8 13 4 ഇതല്ല. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് ഏതായിരുന്നു? ഓപ്ഷൻ എ ആയിരുന്നു ഹോൾഡ് ചെയ്തത്. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. യെസ്.
ഫൈൻ ദ എമൗണ്ട് വെൻ ഇത്രയും ഈസ് ഇൻവെസ്റ്റഡ് ആയിട്ട് 11% കോമ്പൗണ്ട് ഫോർ 2 years. എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 35,000 നമ്മുടെ ആൻസർ പറഞ്ഞാൽ 35,000 ഇൻറ്റു 111% ഇൻറ്റു അതിൻ്റെ 111%. കൺസെപ്റ്റ് നമ്മൾ എവിടെ പഠിക്കും? കോമ്പൗണ്ട് ടെസ്റ്റ് പഠിക്കും. ഇവിടെ 1 1 2 1 3, ഇവിടെ 3 3 × 3 9 അപ്പോൾ ഇതെന്തായാലും ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9 കൊണ്ട് എന്ത് മൾട്ടിപ്പിൾ ആയാലും അതിൻ്റെ ഡിവിസം 0 ആയിരിക്കും. അപ്പോൾ ഡിവിസം 0 വരണം. 7 2 9 നോക്കണ്ട, 5 3 8 1 9. ഓക്കെ, ഇതും ഹോൾഡ് ചെയ്യാം. അത് 9 ആണ്, അല്ലെങ്കിൽ 0 ആണ്. 4 3 7 1 8 8 3 11 14 19 1 ഇതല്ല. 7 9 നോക്കണ്ട, 8 ഇത് 8 ആണ്. 7 8 7 8 11 16 ഇതല്ല. ഓപ്ഷൻ എ. അപ്പം ഞാൻ നിങ്ങൾക്കിത് എഴുതാത്ത PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതുകൂടെ എടുത്ത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇത്രയാണ്. ഇറ്റ് ഇൻക്രീസ് ബൈ 5% ഫസ്റ്റ് ഇയർ, 8% സെക്കൻഡ് ഇയർ. വാട്ട് ഈസ് എ ന്യൂ പോപ്പുലേഷൻ? ഇപ്പോൾ 40,000 ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതിനെ 5% കൂടുമ്പോൾ അത് 105% ആവും. 8% കൂടുമ്പോൾ അത് 108% മാറും. ഇവിടെ നിന്ന് ഡിവിസം നോക്കുക. ഇവിടെ 8 1 9 ഉണ്ട്. അപ്പോൾ ആൻസർ 9ൻ്റെ മൾട്ടിപ്പിളാണ്. നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ കണ്ടുപിടിച്ചാലും ആൻസറിനകത്ത് 9 ഉണ്ട്. ഡിവിസം 9 അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇവിടെ 6 3 9 4 5 9 ഹോൾഡ് ചെയ്യാം. 4 5 9 6 4 10 ഇതല്ല. 4 5 9 2 6 8 ഇതല്ല. 4 5 9 നോക്കണ്ട, 6 5 11 3 ഇതല്ല. ഓപ്ഷൻ എ മാത്രമേ എന്തുള്ളൂ? 9ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ, അല്ലെങ്കിൽ 9 ഡിവിസന്മാർ വരുന്നേ ഉള്ളൂ. ഫൈൻ ദ ക്യൂബ് ഓഫ് 52 ക്യൂബാണ് വേണ്ടത്. 5 2 7 7ൻ്റെ ക്യൂബ് 343. ഡിവിസം നോക്കുമ്പോൾ 6 4 10 ഡിവിസം 1 വരണം. 5 6 11 8 19 ഡിവിസം 1 ആണ്. 5 7 12 20 2 ആണ്. 5 4 9 നോക്കണ്ട, 9 നോക്കണ്ട 0 ആണ്. 8 8 16 20 21 3 ആണ്. ഓപ്ഷൻ എ മാത്രമേ എന്തുള്ളൂ? നമുക്ക് ഡിവിസം 1 ആയിട്ടുള്ളൂ. വാട്ട് ഈസ് എ കോമ്പൗണ്ട് ടെസ്റ്റ് ഫോർ ഇത്രയും 13% കോമ്പൗണ്ട് വാല്യൂ ഫോർ 2 years. കോമ്പൗണ്ട് ടെസ്റ്റ് പറഞ്ഞാൽ 13 വെച്ച് 2 വട്ടം സക്സസീവ്. 13 + 13 + 13 × 13/100, അതായത് 26 1.69 27.69% ബൈ 100 ഓഫ് 50,000. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ആണ്. ഇവിടെ 9 നോക്കണ്ട, 6 9. അപ്പോൾ അതിനകത്ത് 6 മാത്രമേ ഉള്ളൂ. 5 6 30 ഡിവിസം 3 വരും. 9 നോക്കണ്ട 3 ബാക്കി വരും. 9 നോക്കണ്ട 4 ആണ്, ഇതല്ല. 9 നോക്കണ്ട 10 1 11 2 ആണ്, ഇതല്ല. 5 4 9 നോക്കണ്ട, 6 3 9 നോക്കണ്ട 1 ആണ്. നമുക്ക് ഡിവിസം എത്ര വരണ്ട? 3 വരേണ്ട. ഓപ്ഷൻ എ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഡിവിസം 3 ആയിട്ടുള്ളൂ. അടുത്തത്, ഒരു ആർട്ടിക്കിൾ ഇത്രയും രൂപയ്ക്ക് വാങ്ങി ഇത്രയും പ്രോഫിറ്റിന് വിറ്റു. സെല്ലിംഗ് പ്രൈസ് ഇതിൻ്റെ 17% പ്രോഫിറ്റ് ആണെങ്കിൽ 125.00 117%-ആയിരിക്കും വിറ്റത്. ഇവിടെ 7 1 8 1 9 8 1 9 വന്നു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? 9ൻ്റെ മൾട്ടിപ്പിളാണ്. ഡിവിസം 9 വരും. ഇവിടെ 5 4 9 നോക്കണ്ട, 6 2 8 1 9 9ൻ്റെ മൾട്ടിപ്പിളാണ്. 5 4 9 നോക്കണ്ട, 6 3 9 നോക്കണ്ട, ശിഷ്ടം 1 വരും. ബാക്കി 1 വരും. ഡിവിസം 1 ആണ്. 5 4 9 നോക്കണ്ട, 6 1 7 1 8 അല്ല. 5 4 9 നോക്കണ്ട, 6 1 7 അല്ല. 9ൻ്റെ മൾട്ടിപ്പിൾ ആവണം. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 18% കാണുമ്പോൾ ഇത് 9 ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 0 എന്ന് കൊടുക്കാം. പ്ലസ് ഈ കൂട്ടുന്നിടത്താണ് നമുക്ക് ഡിവിസം 0 ആവുന്നത്, ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത്. ഇത് 8 ആണ്, 22 4 ആണ്. 8 4 32 5 ആണ്. ഇപ്പോൾ 0 + 5 ഡിവിസം 5 വരും. 9 9 5 9 9 നോക്കണ്ട, 5 ആണ്. ഹോൾഡ് ചെയ്യാം. ഇത് 6 ആണ്. ഇത് 9 നോക്കണ്ട 13 4 ആണ്. ഇത് 9 നോക്കണ്ട 13 4 ആണ്. അപ്പോൾ ഓപ്ഷൻ എ മാത്രമേ എന്തുള്ളൂ? ഡിവിസം 5 ഉള്ളൂ. അപ്പോൾ ഇത് ഡിവിസം കംപ്ലീറ്റ് ആയിട്ട് തരുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല. ഡിവിസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്സ് സ്പെഷ്യൽ ബാച്ചിൽ ഒരു 5-6 ക്ലാസ്, ഒരു 2.5-3 മണിക്കൂർ ഞാൻ ഡിവിസമിനെ പറ്റി 2 മണിക്കൂർ കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. A to Z കാര്യം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഡിവിസം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഇനി ഡിനോമിനേറ്ററിനകത്ത് ചിലപ്പം 3 5 8 6 / 6632. അപ്പോൾ ഇതിൻ്റെ ഡിവിസം വേണം. ഇവിടെ നമുക്ക് ചുമ്മാ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഡിവിസം 6 3 9 ഡിനോമിനേറ്റർ 2 വന്നു. ഡിവിസം 6 3 9 നോക്കട്ടെ 2 വന്നു. മേളിൽ 8 8 16 22 4 വന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 4/2 2 അല്ല ഇതിൻ്റെ ഡിവിസം. ഇതെന്താക്കണം? ഈ താഴത്തുള്ള ഡിവിസമിനെ നമ്മൾ എന്താക്കണം? 0 ആക്കണം, അല്ല 1 ആക്കണം. അപ്പോൾ മേളിൽ താഴെ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്സ് സ്പെഷ്യൽ ബാച്ച് എടുത്ത് ചെയ്യാവുന്നതാണ്. അത് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ 2 വന്നു കഴിഞ്ഞാൽ മേളിലും താഴെ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. താഴെ 4 വന്നു കഴിഞ്ഞാൽ മേളിലും താഴെ 7 കൊണ്ട് ഗുണിക്കണം. 8 വന്നു കഴിഞ്ഞാൽ മേളിലും താഴെ 8 കൊണ്ട് ഗുണിക്കണം. എങ്കിൽ 64 ഇവിടെ 1 ആവത്തുള്ളൂ. 7 കൊണ്ട് ഗുണിച്ചാലേ മേളിലും താഴെ 28 വരത്തുള്ളൂ. 2 വന്നു കഴിഞ്ഞാൽ 5 കൊടുക്കണം. 4 വന്നു കഴിഞ്ഞാൽ 7 കൊടുക്കണം. 7 വന്നു കഴിഞ്ഞാൽ 4 കൊടുക്കണം. 8 വന്നു കഴിഞ്ഞാൽ 8 കൊടുക്കണം. പിന്നെ ഡിനോമിനേറ്ററിൽ 3 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 9 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വേറെ ഒന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 6 9 ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡിവിസം 1 ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വെട്ടിക്കളയണം. അതാണ് നമ്മുടെ പരിപാടി. യെസ്. അപ്പോൾ അത് ഡിവിസമിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഡിവിസമിൻ്റെ കുറച്ച് ട്രിക്കുകൾ, കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ
മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാത്സ് സ്പെഷ്യൽ ബാച്ച് കോഴ്സ് സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കിടിലമായിട്ട് DTSM കിട്ടും, അല്ലെങ്കിൽ ബാക്കി ക്ലാസ്സുകളെല്ലാം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ CGL 2022 പ്രാക്ടീസ് ബാച്ച് അവിടെ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളവർക്ക് അതെടുത്ത് നന്നായിട്ട് പഠിക്കാവുന്നതാണ്.